ഇന്ന് എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ മാവ് അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ്. തലേ ദിവസം തന്നെ മാവ് കലക്കിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മാവ് അരച്ച ഉടനെ ഉണ്ടാക്കുന്ന ഒരു ഈസി ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് പച്ചരി വേണം. 1 കപ്പ് പച്ചരി എടുക്കാം. ഇനിയിപ്പോൾ അതേ കപ്പിൽ തന്നെ നമുക്ക് 1/4 കപ്പോളം ഉഴുന്നും കൂടി വേണം. അപ്പോൾ ഏത് കപ്പിലാണോ അരി എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ 1/4 കപ്പോളം ഉഴുന്നും കൂടി മെഷർ ചെയ്തെടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ ഗ്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ അതിൽ തന്നെ മെഷർ ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലപോലെ 3-4 വട്ടം കഴുകിയെടുക്കാം. അപ്പോൾ അത് അരിയും ഉഴുന്നും നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് കുതിരാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം കളയരുത്. ഈ വെള്ളത്തിലാണ് നമ്മൾ പിന്നീട് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് നല്ലപോലെ അരി കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് രാത്രി മുഴുവനായിട്ട് നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ രാവിലെ നന്നായിട്ട് തന്നെ അരിയും ഉഴുന്നും നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം വേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 6 മുതൽ 8 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ കുതിർത്ത അരിയും ഉഴുന്നും മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതിലേക്ക് പകുതി സവാള കട്ട് ചെയ്തതാണ് അത് ചേർക്കാം. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇത് രണ്ടും ചേർത്താൽ മതിയാവും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അരച്ച മാവ് ഒരു ബൗളിലേക്ക് മാറ്റി ഇപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചിരിക്കുന്നത്. ഇതിലേക്ക് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ, ഇത്ര തന്നെയാണ്. ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പരത്തിലാണ് നമ്മൾ മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ദോശമാവിൻ്റെ പരത്തിലാക്കിയെടുത്താൽ മതി. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് ടൈറ്റും ആക്കരുത്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തില്ല, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഉഴുന്നിൻ്റെ അളവ് നമ്മൾ കുറച്ചധികം ചേർത്ത കാരണം തന്നെ നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. പിന്നെ സവാള ചേർത്ത കാരണം തന്നെ ദോശയുടെ കളറും മാറും, നല്ലൊരു ഗോൾഡൻ കളർ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കേട്ടോ, ഉടനെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു അരമണിക്കൂർ വെക്കണമെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ വെക്കാതെ തന്നെ ഉടനെ തന്നെ ഉണ്ടാക്കിയെടുത്തതാണിത്. ഇപ്പോൾ ഒരു 2 സ്പൂൺ മാവ് ഒഴിച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് കട്ടിയിൽ വേണമെങ്കിൽ കട്ടിയിലാക്കാം, കനം കുറച്ചിട്ടാണെങ്കിൽ അങ്ങനെ ആക്കിയാൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓയിലും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുകൊണ്ട് നല്ലൊരു ബ്രൗൺ കളറായി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സവാള ചേർത്ത കാരണമാണ് ഈ ഒരു കളറൊക്കെ കിട്ടുന്നത്. ഇനി നമുക്ക് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതാ ഇപ്പോൾ റെഡിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ തലേദിവസം അരിയും ഉഴുന്നൊക്കെ അരച്ച് വെക്കാൻ മറന്നുപോയെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ദോശ. സവാളയുടെയും ജീരകത്തിൻ്റെയൊക്കെ ഒരു മണമായിട്ട് നല്ലൊരു രുചിയുള്ള ദോശയാണ്. ഏത് തരം ചട്നിയുടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, സോഫ്റ്റ് ആയിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.